Hey Trivians, ഇന്ന് ഒരു ഔട്ടിംഗ് ഡേ ആണ് ഫോർ മീ ആൻഡ് അനുഷ അറ്റ് ലുലു മോൾ ആൻഡ് ഓണസ്റ്റ്ലി വി ഹാഡ് ദി ബെസ്റ്റ് ടൈം. ഈവനിങ് എത്തിയോണ്ട് തന്നെ ആദ്യമേ കാറ് പാർക്ക് ചെയ്തിട്ട് നേരെ നമ്മുടെ കോഫി കപ്പിലാണ് പോയത് ഓൺ ദി 3rd ഫ്ലോർ. 2nd ഫ്ലോറിൽ ലിഫ്റ്റ് ഇറങ്ങിയിട്ട് 3rd ഫ്ലോറിൽ സ്റ്റെയർസ് എടുത്താണ് പോയത് ബിക്കോസ് അനുഷ wanted to experience the musical stairs that light up and play harmony notes with every step and it was totally worth it. കോഫി കപ്പിൽ പോയതും അവിടെ സ്പെഷ്യൽ കോംബോ ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ ചൂസ് ചെയ്ത് 2 cups ഓഫ് ടീ ആൻഡ് ചിക്കൻ പക്കോട ഫോർ 169 റുപ്പീസ് ആണ്. യൂഷ്വലി ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് 239 റുപ്പീസ് ആണ്. കോംബോ ഓഫർ ആയതുകൊണ്ട് നല്ല ലാഭത്തിന് കിട്ടി. സോ ദാറ്റ് കൈൻഡ് ഓഫ് ഫെൽ ലൈക്ക് എ വിൻ. ഈവനിങ് ഒരു 4:30 ഒക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയത് ആൻഡ് അറൌണ്ട് 6 വരെ ഞങ്ങൾ അവിടെ നിന്ന് കത്തി അടിച്ചുകൊണ്ടിരുന്നു. കോഫി കപ്പിൽ ചായ ആൻഡ് ഫിൽറ്റർ കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചായയുടെ ഈ കപ്പൊക്കെ ഭയങ്കര വലുതാണ്. സോ കുറേ ടൈം എടുക്കും അത് കുടിച്ച് തീർക്കാൻ. ആൻഡ് ഇവിടുത്തെ ചിക്കൻ പക്കോട എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. ഞാൻ എപ്പോൾ വന്നാലും ഞാൻ ഓർഡർ ചെയ്യുന്ന സാധനമാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി നെയിൽ ഡെറ്റ് എന്ന് പറഞ്ഞ ഷോപ്പിലേക്ക്. ഞങ്ങൾ പോയ ടൈം ഒരാൾക്ക് ഓൾറെഡി നെയിൽ ആർട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. നോർമൽ നെയിൽ ആർട്ടൊക്കെ ചെയ്യാൻ 699 റുപ്പീസ് ആണ് ആൻഡ് എക്സ്റ്റൻഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അറൌണ്ട് 1000 അങ്ങോട്ട് ആവും. ആൻഡ് ഓണസ്റ്റ്ലി ക്വൈറ്റ് റീസണബിൾ കമ്പയർ ടു സലൂൺ പ്രൈസസ്. ഇത് കഴിഞ്ഞ് നേരെ സുഡിയോയിലേക്ക് കയറി ആൻഡ് സുഡിയോയിൽ നെയിൽ ആക്സറീസ് സെക്ഷനിലോട്ട് പോയി. സോ ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് ട്രൈ ഒന്ന് ചെയ്ത് നോക്കി. ബട്ട് എൻ്റെ കയ്യിൽ അങ്ങനെ മാച്ച് ആവാത്തതുകൊണ്ട് ഞാനത് വിട്ടു. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ സുഡിയോയിൽ ഇങ്ങനെ കറങ്ങി നടന്നപ്പോൾ വി സ്പോട്ടഡ് എ മാനിക്യൂൺ വെയറിങ് എ ക്രോപ്പ് ടോപ്പ് ആൻഡ് എ സ്കേർട്ട് സെറ്റ്. ഓൾറെഡി അനുഷ കുറച്ച് കുർത്താസ് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. സോ ഞാനും കൂടെ ചുമ്മാ ഇതും എടുത്തുകൊണ്ട് അങ്ങ് കയറി. ആൻഡ് ഐ ലവ്ഡ് ഹൗ ഇറ്റ് ലുക്ക്ഡ് ഓൺ മീ ലൈക്ക് പേൾ എംബ്രോയിഡറി ആൻഡ് ഫ്ലോറൽ ഡിസൈൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇറ്റ് വാസ് സോ ഡാം പ്രെറ്റി. ആൻഡ് ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ എപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ ഷോപ്പിംഗ് അവോയ്ഡ് ചെയ്യുന്നത്. കാരണം ഐ ഓൾവേസ് എൻഡ് അപ്പ് ബൈയിങ് സംതിങ് ഫോർ മൈസെൽഫ്. ആൻഡ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ന്യൂലി ഓപ്പൺഡ് ആയിട്ടുള്ള ഡൈസോ ജപ്പാനിലേക്ക് പോയി. ആൻഡ് ട്രസ്റ്റ് മീ ഇറ്റ്സ് ദി ക്യൂട്ടസ്റ്റ് പ്ലേസ് എവർ. ഒരു സെക്ഷനിൽ കുറേ ക്രിസ്മസ് ആൻഡ് ഹാലോവീൻ ഐറ്റംസ് കണ്ടു. പിന്നെ കുറേ കീ ചെയിൻസിൻ്റെ സെക്ഷൻ, പിന്നെ മൾട്ടി കളർ സ്റ്റിക്കി നോട്ട്സ്, ക്യൂട്ട് സിസേഴ്സ്. ഓ ഗോഡ്, ഐ റിയലി വാണ്ടഡ് എവറിത്തിങ്. വേറൊരിടത്ത് കുറേ സോക്സിൻ്റെ സെക്ഷൻ കണ്ടു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഷിയർ സോക്സ് ആയിരുന്നു. ഇത് കഴിഞ്ഞ് നേരെ എസ്കലേറ്ററിൻ്റെ അടുത്തോട്ട് പോയതും ഒരു ട്രീ പോലത്തെ ഒരു സെറ്റപ്പ് കണ്ടു. ബ്രൗൺ ട്രങ്ക് വിത്ത് ഓറഞ്ച് ലീവ്സ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻസും ഉള്ള ട്രീ ആയിരുന്നു. ആൻഡ് ഇതൊരു സ്ക്വീക്കി സൗണ്ടും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ആൻഡ് ആസ് യൂഷ്വൽ ഐ ടുക്ക് സോ മെനി പിക്ചേഴ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. ഇത് കഴിഞ്ഞ് നേരെ നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി. കുറച്ച് ആവശ്യമുള്ള ഐറ്റംസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഒരു 2 weeks മുമ്പ് ഞാൻ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം പർച്ചേസ് ചെയ്തതിന് ശേഷം നേരെ പോയി കാറിൽ കൊണ്ട് എല്ലാം എടുത്തിട്ടിട്ടാണ് തിരിച്ച് കയറിയത്. അപ്പോഴത്തേക്ക് ഓൾറെഡി 8:15 ഒക്കെ ആയി ആൻഡ് ഡിന്നർ കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. അങ്ങനെ നമ്മുടെ ലുലു ഫുഡ് കോർട്ടിലുള്ള ഫ്ലെമിംഗോ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കയറി. ഞാൻ ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് കുറേ നാളായിട്ട് ഇവിടെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിച്ചായിരുന്നു ആൻഡ് ഇപ്പോഴാണ് ടൈം കിട്ടിയത്. ഇവിടെ ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്ത നൂഡിൽസ് സെക്ഷനിൽ പാഡ് തായ് വിത്ത് ചിക്കനാണ് ഫോർ 419 റുപ്പീസ്. ഞാൻ കഴിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നൂഡിൽസ് ആയിരുന്നു. ആൻഡ് നെക്സ്റ്റ് ടൈം എന്തായാലും ഈ നൂഡിൽസ് സെക്ഷനിൽ നിന്ന് വേറെ ഐറ്റംസ് ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ഓർഡർ ചെയ്ത ചിക്കൻ കറ്റ്സു കറിയാണ് ഫോർ 439 റുപ്പീസ്. ഇതിൻ്റെ കൂടെ ഗ്രിൽഡ് ഓർ ക്രിസ്പി ചിക്കൻ അവൈലബിൾ ആണ് ആൻഡ് ഞങ്ങൾ ചൂസ് ചെയ്തത് ഗ്രിൽഡ് ചിക്കനാണ്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി ഈ കറ്റ്സു കറി. ബട്ട് നൂഡിൽസ് ആദ്യമേ ട്രൈ ചെയ്തിട്ട് പിന്നെ കറ്റ്സു കറി ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഫേവറേറ്റ് നൂഡിൽസ് ആയിരുന്നു. സോ ഞങ്ങളത് ലാസ്റ്റ് വീണ്ടും കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ബാക്കി വെച്ചായിരുന്നു. ജസ്റ്റ് ലൈക്ക് ദേ സേ വി ഓൾവേസ് സേവ് ദ ബെസ്റ്റ് ഫോർ ലാസ്റ്റ്. കുടിക്കാനായിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്ത് ട്രോപ്പിക്കൽ ഡ്രിങ്ക് ആണ് ഫോർ 229 റുപ്പീസ് ആൻഡ് ഇറ്റ് വാസ് എ ബ്ലെൻഡ് ഓഫ് ആപ്പിൾ, ഓറഞ്ച് ആൻഡ് മാംഗോ. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റാപ്പപ്പ് ആയത് ഒരു 9:15 ആയിരുന്നു. ആൻഡ് എന്നിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് പോയി ആഫ്റ്റർ എ പെർഫെക്റ്റ് ഡേ. ഐ ഹോപ്പ് യു ലൈക്ക് സ്പെൻഡിങ് ദ ഡേ വിത്ത് us. സോ പ്ലീസ് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വ്ലോഗ്സ് ആൻഡ് അപ്ഡേറ്റ്സ്.